റൈനർ. നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടോ? ഒരു ജീവിതകാലത്ത് തന്നെ കുള്ളനായും ഭീമാകാരനായ മനുഷ്യനായും ജീവിച്ച ഒരാൾ. മനുഷ്യ ശരീരം അത്ഭുതമാണെന്ന് തെളിയിച്ച ആഡം റൈനറിന്റെ കഥ. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും അപൂർവമായ വൈദ്യശാസ്ത്ര വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണ് ഈ മനുഷ്യൻ. ഒരേ ജീവിതകാലത്ത് തന്നെ ഒരു കുള്ളനായും ഒരു ഭീമനായും ജീവിച്ച ഏക മനുഷ്യൻ. 1899 ഓസ്ട്രിയയിൽ ജനിച്ച ആഡം റൈനർ ചെറുപ്പത്തിൽ തന്നെ അത്യന്തം ക്ഷീണിതനും വളർച്ചക്കുറവുള്ളവനുമായിരുന്നു. 21-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ഉയരം വെറും 4 അടി 8 ഇഞ്ച് അഥവാ 142 സെന്റിമീറ്റർ മാത്രമായിരുന്നു. ഔദ്യോഗികമായി അദ്ദേഹത്തെ ഒരു കുള്ളനായി കണക്കാക്കി. വളരെ ചെറുതും ദുർബലവുമാണ് എന്ന കാരണത്താൽ സൈന്യത്തിൽ പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ടു. അതിനുശേഷം അസാധ്യമെന്ന് തോന്നുന്നൊരു സംഭവം നടന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ ഉണ്ടായ ഒരു ട്യൂമർ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിയന്ത്രണമില്ലാതെ വളർച്ചയ്ക്ക് കാരണമായി. ഇഞ്ച് വീതം വർഷം തോറും ആ വളർച്ച തുടർന്നു. അത് പതുക്കെയല്ല, മറിച്ച് ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത രീതിയിൽ കടുത്തതായിരുന്നു. ഒടുവിൽ ആഡം റൈനർ 7 അടി 8 ഇഞ്ച് അഥവാ 234 സെന്റിമീറ്റർ എന്ന അത്ഭുതകരമായ ഉയരത്തിലെത്തി. ഒരിക്കൽ തന്റെ ഉയരത്തിന്റെ പേരിൽ അവഗണിക്കപ്പെട്ട മനുഷ്യൻ യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള ആളുകളിൽ ഒരാളായി മാറി. എന്നാൽ ഈ അതിശയകരമായ വളർച്ചയ്ക്ക് അതിനേക്കാൾ വേദനാജനകമായ വില നൽകേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ നട്ടെല്ല് വളഞ്ഞുപോയി, അസ്ഥികൾ ദുർബലമായി. തന്റെ തന്നെ ഭാരത്തിന്റെ കീഴിൽ ആ ശരീരം തകർന്നു തുടങ്ങി. അദ്ദേഹത്തെ അസാധാരണനാക്കിയ അതേ വളർച്ച തന്നെയാണ് അവസാനം അദ്ദേഹത്തെ തകർത്തതും. ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ ആഡം റൈനർ കിടപ്പിലായി, അതും തന്റേതെന്ന് തോന്നാത്ത ഒരു ശരീരത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട്. ഒരേ ഒരു ജീവിതത്തിൽ അദ്ദേഹം 2 അതിരുകൾ കണ്ടു, 2 തിരിച്ചറിവുകൾ.